പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് എന്നാണല്ലോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും വലിയ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ. അതെ, ഈ വരുന്ന 2027 നീറ്റ് അല്ലെങ്കിൽ ജെഇ പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ബാച്ച് തന്നെ ആയാലോ? സൈലത്തിന്റെ ടെസ്റ്റ് സീരീസ് ബാച്ച്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ് ലഭിക്കുന്നത്, അതും നമ്മുടെ ആപ്പിൽ തന്നെ. അപ്പൊ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാംസ് ആപ്പിലൂടെ തന്നെ അറ്റൻഡ് ചെയ്യാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കീയും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം വേറെ കിട്ടാനായിട്ട് പോകുന്നില്ല. നമ്മുടെ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് 4500-ലധികം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ജെഇ മക്കൾക്ക് 2500-ലധികം ക്വസ്റ്റ്യൻസും, അതും 25 എക്സാംസിലൂടെയാണ് ലഭിക്കുന്നത്. ജെഇ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് 4 ഫേസസ് ആയിട്ടാണ് എക്സാംസ് നടക്കുന്നത്. ഫസ്റ്റ് ഫേസിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊഡ്യൂൾ എക്സാംസ് ആണ്. അതായത് ടോട്ടൽ ടോപ്പിക്കിനെ പല പല മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഈ മൊഡ്യൂൾ എക്സാംസ് നടക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എക്സാം കഴിഞ്ഞ് സെക്കൻഡ് മൊഡ്യൂൾ എക്സാമിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഉണ്ടായിരുന്നതിന്റെ ഒരു 25% ക്വസ്റ്റ്യൻസ് കൂടി ഇതിനകത്ത് വരും. അതുപോലെ തന്നെ മൊഡ്യൂൾ 3 എക്സാംസ് നിങ്ങൾ എഴുതുമ്പോൾ മൊഡ്യൂൾ 1-ലെയും 2-ലെയും 25% ഇതിലേക്ക് വീണ്ടും ഇൻക്ലൂഡ് ചെയ്യും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. ഓഫ് കോഴ്സ് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്തരത്തിലുള്ള മൊഡ്യൂൾ എക്സാംസ് എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം നമ്മൾ ഫേസ് 2-ലേക്ക് വരും. ഫേസ് 2-ല് മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന ഒരു മോക്ക് എക്സാം ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ദെൻ ഫേസ് 3-ലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻസ് സബ്ജക്ട് വൈസ് ആയിട്ട്, അതായത് 11th-ലെ ടോപ്പിക്സ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കെമിസ്ട്രി എക്സാം, അതുപോലെ ഫിസിക്സ് എക്സാം, അതുപോലെ മാത്സ് എക്സാം, അതുപോലെ തന്നെ 12th-ലെ എല്ലാ ടോപ്പിക്സും കൂടി ചേർത്തിട്ടുണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓരോ സബ്ജക്ട് വൈസ് എക്സാംസ് ആയിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം കഴിഞ്ഞ് ഫേസ് 4-ലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഫൈനൽ എക്സാം ഡേറ്റ് ആയി. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം മോക്ക് എക്സാംസ് ആയിരിക്കും. അതായത് ഫൈനൽ എക്സാം എങ്ങനെയാണോ നടക്കുന്നത് അതുപോലുള്ള മോക്ക് എക്സാംസ് ആയിരിക്കും ഫേസ് 4 ലഭിക്കുന്നത്. ഇനി നീറ്റ് ആസ്പിരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 ഫേസസ് ആയിട്ടായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസ് ഈ പറഞ്ഞതുപോലെ തന്നെ മൊഡ്യൂൾ എക്സാംസ് ആയിരിക്കും. ഫേസ് 2-ലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഓരോ അതായത് 11th-ലെയും 12th-ലെയും സെപ്പറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് വൈസ് എക്സാംസ് ആയിരിക്കും. ഏറ്റവും അവസാനം നമ്മുടെ നീറ്റിന്റെ മോക്ക് എക്സാം ആയിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസ് കിട്ടും. ഈ ഒരു പ്രാക്ടീസ് ആയിരിക്കും നിങ്ങളെ ഏറ്റവും പെർഫെക്ഷനിലേക്ക് കൊണ്ടെത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന 2027-ലെ നീറ്റ് അല്ലെങ്കിൽ ജെഇ ക്രാക്ക് ചെയ്യാൻ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതും ഈ ഒരു ടെസ്റ്റ് സീരീസ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളുടെ പ്രിപ്പറേഷനിലെ ഏറ്റവും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിരിക്കും ഈ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് ഫീസ് വരുന്നത് 1999 ആണ്, ഇൻക്ലൂഡിംഗ് GST. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു നോമിനൽ ഫീസിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ആപ്പിൽ തന്നെ ഇത് അവൈലബിൾ ആയിരിക്കും. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക.